പ്രീമിയർ ലീഗിന്റെ 18ാം സീസണാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻധാരണകൾ ഒന്നാകെ തിരുത്തി എഴുതുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. പോയിന്റ് പട്ടികയിൽ മുന്നിലുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച വമ്പന്മാർ പലരും ഇപ്പോൾ താഴേക്ക് പോയിരിക്കുകയാണ്. പകരം മുൻനിരയിലുള്ളതാവട്ടെ അധികം ആരും പ്രതീക്ഷിക്കാത്ത ടീമുകളും. അതുകൊണ്ട് തന്നെ IPL കൂടുതൽ ആവേശഭരിതമാവുകയാണ്. ഇക്കുറി വൻ തുകയ്ക്ക് വിളിച്ചെടുത്തൽ ഇന്ത്യയിൽ നിന്നുള്ള താരങ്ങളും വിദേശ താരങ്ങളും ധാരാളമുണ്ട്. എന്നാൽ അവരിൽ പലരും പെരുമയ്ക്കൊത്ത പ്രകടനമല്ല കാഴ്ചവെക്കുന്നത്. കോടികൾ മുടക്കിയിട്ടും ഫ്രാഞ്ചൈസികളെ ഒരർത്ഥത്തിലും സഹായിക്കാത്ത ചില താരങ്ങളുണ്ട് കൂട്ടത്തിൽ. 3 പേരാണ് പ്രധാനമായും ഇക്കുറി മോശം പ്രകടനം കാഴ്ചവെച്ചവർ. മുംബൈ ഇന്ത്യൻസിന്റെ ഏറ്റവും വലിയ പേരുകളിലൊന്നായ രോഹിത് ശർമ്മയുടെ മോശം പ്രകടനം ഒരിക്കലും ആരും പ്രതീക്ഷിച്ചതായിരുന്നില്ല. 0, 8, 13, 17 എന്നീ സ്കോറുകൾ നേടിയ രോഹിത് ടൂർണമെന്റിൽ ഇതുവരെ 20 റൺസ് കടക്കാൻ പോലും കഴിയാതെ വലയുകയാണ്. ഓപ്പണിംഗ് നേരിടുന്ന പ്രശ്നങ്ങൾ മധ്യനിര ബാറ്റർമാർ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. നിലവിൽ ടൂർണമെന്റിൽ പ്രതീക്ഷിക്കാത്ത പ്രകടനം പുറത്തെടുക്കാൻ രോഹിത്തിന് കഴിഞ്ഞിട്ടില്ല. 9.50 ശരാശരിയും 131 സ്ട്രൈക്ക് റേറ്റും മാത്രമുള്ള ഈ സീസൺ ഇതുവരെ ഇന്ത്യൻ ഇതിഹാസ താരത്തിന് ഒരു ദുരന്തമായിരുന്നു എന്ന് വേണം പറയാൻ. അടുത്ത മത്സരത്തിൽ നിന്ന് ആ സ്ഥാനം പോലും പിന്നിലാക്കാൻ അദ്ദേഹം ശ്രമിക്കുക തന്നെ ചെയ്യുമെന്നാണ് പ്രതീക്ഷ. കാരണം മുംബൈ ഇന്ത്യൻസ് അദ്ദേഹം നൽകുന്ന തുടക്കങ്ങളെ വളരെയധികം ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അടുത്തത് ഋഷഭ് പന്താണ്. 27 കോടി രൂപ മുടക്കിയാണ് പന്തിനെ ഇക്കുറി ലക്നൗ സ്വന്തമാക്കിയത്. ടീമിന്റെ വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു പന്തെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്ത്യൻ ദേശീയ ടീമിൽ ഉൾപ്പെടെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള പന്തിന് പക്ഷേ IPL കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ലീഗിൽ ഇതുവരെ വെറും 19 റൺസ് മാത്രമാണ് താരം നേടിയത്. ക്യാപ്റ്റന് നിലവിൽ കാര്യങ്ങൾ അത്ര സുഖകരമല്ല. എന്നാൽ ഒരു നായകൻ എന്ന നിലയിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. 3 മത്സരങ്ങളിലാണ് ടീം ജയിച്ചത്. പക്ഷേ ക്യാപ്റ്റൻസി പന്തിന്റെ ബാറ്റിങ്ങിനെ ബാധിച്ചിട്ടുണ്ടാകാമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഇന്ത്യൻ ക്രിക്കറ്റിലെ പോസ്റ്റർ ബോയ് എന്നറിയപ്പെടുന്ന യശസ്വി ജയ്സ്വാൾ 2025 IPL സീസണിലേക്ക് വൈറ്റ് ബോൾ പരിശീലനമൊന്നും ഇല്ലാതെയാണ് എത്തിയതെന്ന കുറവുണ്ട്. അത് അദ്ദേഹത്തിന്റെ കളിയിൽ പ്രതിഫലിക്കുന്നുമുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇതുവരെ തന്റെ ടീമിനായി മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സ് കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. പഞ്ചാബിനെതിരായ അവസാന മത്സരത്തിൽ അദ്ദേഹം 50 നേടിയിരുന്നു. എന്നാൽ മൊത്തത്തിൽ കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് ജയ്സ്വാളിന്റെ പ്രകടനം മങ്ങിയിട്ടുണ്ട്. 131 എന്ന സ്ട്രൈക്ക് റേറ്റ് അദ്ദേഹത്തിന്റെ മുൻകാല റെക്കോർഡ് വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. കളിച്ച 4 മത്സരങ്ങളിൽ ഇതുവരെ തന്റെ യഥാർത്ഥ കഴിവ് പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ.